പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് തയ്യാറാക്കുന്നത് ഒരു അച്ചാറാണ്. മാങ്ങ അച്ചാറോ നാരങ്ങ അച്ചാറോ ഒന്നുമല്ല, കോവയ്ക്ക അച്ചാറാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിനായിട്ട് 750 ഗ്രാമോളം കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു കുടം വെളുത്തുള്ളി, കുറച്ച് വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. കോവയ്ക്ക കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒത്തിരി വിളഞ്ഞു പോകാത്ത കോവയ്ക്കയാണ് ഈ അച്ചാറിന് എപ്പോഴും നല്ലത്. ഒത്തിരി വിളഞ്ഞു കഴിഞ്ഞാൽ അകം ചിലപ്പം ചുമന്നിരിക്കുകയും ചെയ്യും, പുളിയും കൂടുതലായിരിക്കും. കോവയ്ക്ക നീളത്തിൽ ഇതുപോലൊന്ന് അരിഞ്ഞെടുക്കാം. കോവയ്ക്കയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലപോലെ ഇളക്കിയിട്ട് ഒരു 30 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കണം. ഈ ഉപ്പ് നല്ലപോലെ ഈ കോവയ്ക്കയിൽ പിടിച്ചു വരണം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ടാണ് ഈ കോവയ്ക്ക ഞാൻ വറുത്തെടുക്കുന്നത്. അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത്. നല്ലെണ്ണ ഉണ്ടെങ്കിൽ അച്ചാർ അതിൽ തന്നെ തയ്യാറാക്കാൻ നോക്കണം. കോവയ്ക്ക് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള കോവയ്ക്കും ഇതുപോലെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ തിന്നാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തിന്നാൻ വളരെയധികം ഇഷ്ടപ്പെടും. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കുന്നതുകൊണ്ട്. കോവയ്ക്കയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷമോ അല്ലെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ പൊടികൾ ചേർത്ത് കൊടുക്കാവേ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. മുളക് പൊടി നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കടുക് വറുത്ത് പൊടിച്ചതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. കടുകാണെങ്കിൽ വറുത്ത് പൊടിച്ചതാണ്. ഒരു പാനിലേക്ക് കടുകിട്ട് കടുക് പൊട്ടി വരുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു മിക്സിയിലിട്ട് തരിതരിയായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. കടുക് ഇങ്ങനെ വറുത്ത് പൊടിച്ച് ചേർക്കുമ്പോൾ ഈ അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയിട്ട് വിനാഗിരി ഒന്ന് തിളച്ച് വരും. അതിനുശേഷം ഒന്ന് കുറുകി വന്നതിന് ശേഷമേ കോവയ്ക്ക ഇട്ട് കൊടുക്കാവൂ. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചപ്പോൾ കോവയ്ക്ക ഒത്തിരി ഉള്ള പോലെ തോന്നി, പക്ഷേ മൂത്ത് വന്നപ്പം കുറച്ച് കോവയ്ക്ക മാത്രമേ ഉള്ളൂ. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഉപ്പ് കോവയ്ക്കയിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്.
ഇനിയെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി. കോവയ്ക്ക അച്ചാർ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ശകലം ഉപ്പിൻ്റെ കുറവുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അച്ചാറാണെങ്കിൽ ചോറിൻ്റെ കൂട്ടത്തിലും കഞ്ഞിയുടെ കൂട്ടത്തിലൊക്കെ ഒത്തിരി ടേസ്റ്റാണ്. ഇതിനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റാം. കുപ്പിയിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കണം. കുപ്പിയുടെ എല്ലാ ഭാഗത്തേക്കും നല്ലെണ്ണ ആക്കണം. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലേക്ക് അച്ചാർ ഇട്ട് കൊടുക്കണം. അതിൻ്റെ മേളിൽ കുറച്ച് എണ്ണയും കൂടെ വെച്ച് കൊടുക്കണം.